ചങ്ങാതിമാരെ ഇന്നൊരു കിടുക്കാച്ചി ഐറ്റമായിട്ടോ കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇവൻ്റെ പേരാണ് മിന്നൽ ചിക്കൻ. മിന്നൽ മുരളി ഇതൊരു ചേട്ടനായിട്ട് വരും. മിന്നൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ട സാധനവക ഐറ്റങ്ങളായി ഈ കാണുന്ന സാധനങ്ങൾ കണ്ടില്ലേ? ചില്ലി, കോക്കനട്ട്, കറിവേപ്പില, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, മുട്ട, പച്ചമുളക്, സവാള, തക്കാളി, ഈ വക സാധനങ്ങളെല്ലാം വേണം. ഇവൻ ആദ്യം ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം എടുത്ത് ഇതുപോലെ ചിക്കൻ്റെ 2 ലെഗ് പീസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 2 കറക്ക് വെക്കാം. ചുമ്മാ ഒരു രസത്തിന് ഒരു വഴിക്ക് പോകുന്നതല്ലേ. എന്നതിന് ശേഷം കത്തി മിന്നൽ പ്രകടനം ഒരു വീജ് 4 കറക്ക് ഇതുപോലെ 2 കറക്കൊക്കെ കറക്കി നേരെ ചിക്കനിലേക്ക് അങ്ങ് വരഞ്ഞു. ചിക്കൻ നല്ല രീതിയിൽ അങ്ങ് വരഞ്ഞു. കാരണം എന്താണെന്ന് പറയുമോ, ഈ ഉണ്ടാക്കുന്ന മസാല എല്ലാം കൂടെ ഇവത്തേലും അങ്ങ് പിടിപ്പിക്കണമല്ലോ. അതിനുവേണ്ടി നല്ല രീതിയിൽ അങ്ങ് വരേണ്ട കേട്ടോ. നല്ല കട്ടക്കങ്ങ് വരഞ്ഞു. കട്ടക്കങ്ങ് വരഞ്ഞ് സെറ്റായ ശേഷം നമ്മൾ മസാല പൊടിക്കാനുള്ള സാധനങ്ങളാണ് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കിക്കോണം. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് ഇവനെ അങ്ങ് നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിക്കകത്തൊക്കെ ഇട്ടിട്ട് വെള്ളം പോലും ഉണ്ടാവില്ല കേട്ടോ. തുടച്ച് വൃത്തിയാക്കി മിക്സിക്കകത്തിട്ട് ഇതുപോലെ പൗഡറാക്കി എടുക്കാം. പൗഡറാക്കി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇതുപോലെ അങ്ങ് എടുത്ത് സെറ്റായിട്ട് അങ്ങ് മാറ്റി അങ്ങ് വെച്ചു. ശേഷം നമുക്ക് സവോളയും ഇഞ്ചി വേണ്ട കേട്ടോ, സവോളയും പച്ചമുളകും തക്കാളി ഇതുപോലെ കുനുകുനാന്നല്ല അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് 4ആയിട്ടും 3ആയിട്ടോ 5ആയിട്ടോ 6ആയിട്ടൊക്കെ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഇവനെ ഒരു മിക്സിക്കകത്തിട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വേണേൽ അരിഞ്ഞാലും നിങ്ങൾ കുഴപ്പമില്ല. ഇതുപോലെ റഫായിട്ടങ്ങ് അരിഞ്ഞു നല്ല രീതിയിൽ അരിഞ്ഞ് സെറ്റായി കഴിയുമ്പോഴേക്ക് നേരെ നമ്മുടെ മിക്സിയുടെ ജാറെടുത്ത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ എടുത്തങ്ങ് ഒറ്റ ഇടിയിലങ്ങ് ഇട്ടേക്കാം. ഇതുപോലെ ഇട്ടേക്കാം. ഇട്ട ശേഷം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ടേ കൊടുക്കുക. രണ്ടും കൂടെ മിക്സായ ശേഷം ഇതുപോലെ മിക്സിയിലിട്ട് 2 പേസ്റ്റ് അടിക്കുക. പേസ്റ്റ് രൂപത്തിലായി കിട്ടും. അവനെയും ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഇങ്ങനെ അങ്ങ് മാറ്റി നോക്കുക. ശേഷം നമ്മുടെ ഉരുളി ആകാശത്തുനിന്ന് താഴേക്ക് എടുത്ത് നോക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് ഇതുപോലെ എങ്ങിട്ട് കൊടുക്കുക. ശേഷം ഇച്ചിരി ഉപ്പെടുത്ത് വാരി എങ്ങ് വിതറിക്കും. എന്നിട്ട് ഒരു 3-4 ലെമൺ 2ആയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഇതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക. ഞെക്കി പിഴിഞ്ഞൊഴിക്കുക. നല്ല രീതിയിൽ അങ്ങനെ കണ്ടു 3 ലെമൺ അങ്ങ് എടുത്ത് ഇതുപോലെ പകുതി മതിയാവും. അതായത് 1.5 ലെമൺ മതി. നല്ല രീതിയിൽ അങ്ങ് പിഴിഞ്ഞ് ജ്യൂസ് അങ്ങ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ മുളക് പൊടി എടുത്ത് ഇങ്ങനെ വെതറി ഇങ്ങിട്ടേക്കുക. സ്റ്റൈലായിട്ട് 2 സ്പൂൺ അങ്ങ് വെതറി ഇട്ടോ. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി, ഒരു കെട്ടക്കട്ട ഒരു വഴിക്കങ്ങ് പോകുന്നല്ലേ. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട ശേഷം നമ്മുടെ സ്പെഷ്യൽ മസാല പൗഡറല്ലേ ഇവരെ അങ്ങ് ഇതുപോലെ ഇങ്ങെടുത്ത് വാരി ഇങ്ങ് വതറിക്കും. ഒന്നും നോക്കണ്ട. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരു എരിവല്ലേ, ഒരു വഴിക്ക് പോകുന്നല്ലേ. കൂടെ കുറച്ച് ഡ്രൈ കോക്കനട്ട് പൗഡർ കേട്ടോ ഈ സാധനം. എന്നിട്ട് നമ്മുടെ ആ പേസ്റ്റും കൂടെ എടുത്ത് ഇതിലേക്ക് എടുത്ത് ഒരു അങ്ങ് മറിച്ച ശേഷം ഒരു മുട്ട എടുത്തിട്ട് ടക്ക് ടക്ക് എന്നൊരു അടി അടിച്ച് ഇതുപോലെ അങ്ങ് പൊട്ടിച്ചിട്ട് 2ഉം കൽപ്പിച്ച് അങ്ങ് ഒരൊറ്റ കറക്കം കറക്കുക. ഇവനങ്ങ് മസാല അങ്ങ് ചിക്കനിലേക്ക് നല്ല രീതിയിൽ അങ്ങ് പിടിക്കട്ടെ. ഒന്നും നോക്കണ്ട. നല്ല കറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് പിടിപ്പിച്ച് ഇടിയൊക്കെ കൊടുത്ത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ട് ചിക്കനെ അങ്ങ് മസാല അങ്ങ് പിടിക്കട്ടെ. അവനങ്ങ് പിടിച്ചാൽ ലെവലായിട്ടങ്ങ് ഇരിക്കട്ടെ എന്ന് ഒരു രക്ഷയുണ്ടാവില്ല. കണ്ടില്ലേ? എന്നിട്ട് ഇവനെ അങ്ങ് പോക്കി എടുത്ത് നേരെ ഉരുളി എടുത്ത് കറക്കി തിരിച്ച് മറിച്ച് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. കിച്ചണിൽ ചെന്നിട്ട് ആദ്യം തീ അങ്ങ് കൊടുത്തേക്കാം. എന്നതിന് ശേഷം ഇതുപോലെ ഒരു ഫ്രൈപ്പാൻ എടുത്തേക്കാം. ആവശ്യത്തിനങ്ങ് എണ്ണ ഒഴിച്ചോളാം. ഒന്നും നോക്കണം. കണ്ണടച്ചങ്ങ് എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ച് കഴിയുമ്പോഴേക്കും ആ എണ്ണ ഇങ്ങ് ചൂടായി കഴിയുമ്പോഴേ ആ ചിക്കൻ പീസ് എടുത്തത് അതിലേക്ക് ഇടുക. കണ്ടത് തിളച്ച എണ്ണയിലേക്ക് ഇങ്ങ് ചിക്കൻ വീഴുമ്പോൾ തന്നെ ഒരു 1.5 സ്മെല്ലും 1.5 ഒച്ചയാണ് കേൾക്കുന്നത്. ഈ ഒച്ചയെല്ലാം കേട്ട് ആസ്വദിച്ച് സെറ്റായിട്ടിരിക്കുന്ന സമയത്ത് കിച്ചൻ്റെ ആ ചിക്കൻ്റെ ആ സൈഡ് അങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് തന്നെ അവനങ്ങ് മറിച്ചിടാം. കൂടുതൽ കരിയാതെ വേണം ഇവനങ്ങ് മറിച്ചിടാൻ. അപ്പോൾ ഞാൻ സ്ലൈറ്റായിട്ട് ഇങ്ങനെ ഇതുപോലെ സ്ലോയിൽ അങ്ങെടുത്ത് മറിച്ചങ്ങ് ഇട്ടേക്കാം. മറിച്ച് അങ്ങോട്ടും മറിച്ചിടുക, ഇങ്ങോട്ടും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കുക. കൂടുതൽ കരിഞ്ഞു പോകാതെ ചെയ്യണം. കാരണം ഇതിൻ്റെ അത് മസാല കൂടുതലുള്ളതുകൊണ്ട് കരിയാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് സ്ലോ ഫയറിലിട്ട് ഇവനെ അങ്ങ് ലൈറ്റായിട്ട് കുക്കാക്കി സെറ്റാക്കി എടുക്കുക. കണ്ടില്ലേ? റെഡി ആയി കഴിയുമ്പോഴേക്കും അവൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വായിക്കൂടെ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളമാണ് വരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല ചങ്ങാതി. ആ സമയത്ത് നമുക്ക് ഇച്ചിരി പൊരി ഉണ്ടാക്കണ്ടേ. തേങ്ങ എടുക്കുക. തേങ്ങയിലേക്ക് ഇച്ചിരി മുളക് പൊടി ഇടുക. ഒരു മുട്ടയും ഇട്ട് കൊടുക്കുക. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒരു ഇച്ചിരി നമ്മുടെ ജീരകം കൂടെ ഇട്ടിട്ട് ഇവനങ്ങ് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് നല്ല ലൈറ്റായിട്ട് അപ്പോൾ നല്ല കളറായിട്ട് ഇതുപോലെ ഇച്ചിരി ഉപ്പ് വേണം ആവശ്യത്തിന് ചേർത്തേക്കണം. നോക്കി വേണം ചേർക്കാൻ ഇതൊക്കെ. എന്നിട്ട് ഇവനങ്ങ് നല്ലവണ്ണം കറക്കി തിരിച്ചും മറിച്ചും ഒക്കെ സെറ്റായ ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടങ്ങ് വാരി അങ്ങ് വിതറുക.
പൂക്കളം വെതറുമ്പോൾ കിടക്കിടക്കിടക്കിടാന്നങ്ങനെ വെതറിയ ശേഷം നല്ല വത്തലമുളകും കൂടെ കീറിപ്പറിച്ച് അതിലേക്ക് ഇട്ടേക്കുക. ഇവനും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് എണ്ണക്കകത്ത് കിടന്ന് ഇവനങ്ങ് മൊരിഞ്ഞ് നല്ല കരിമുരാന്നാവും. ഇതേ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ രസമുണ്ട്. എന്നിട്ട് ഇവനെ നേരെ ഇതുപോലൊരു പാത്രത്തിലേക്ക് എടുത്ത് വാരി അങ്ങ് പൊത്തിക്കും. ഒന്ന് നോക്കണം, ഇങ്ങനെ പൊത്തിയ ശേഷം നേരെ എടുത്തത് നമ്മൾ ഈ സാധനം ചിക്കൻ റെഡിയായ സാധനം എടുത്തത് നമ്മൾ പ്ലേറ്റിലേക്ക് സെറ്റായിട്ടങ്ങ് വെക്കാൻ പോകുന്നതല്ലേ. ആ സ്റ്റൈലായിട്ടുള്ള വെപ്പും എന്നിട്ട് അതിൻ്റെ പോക്കത്തൊക്കെ നമ്മുടെ പൊരിയും കൂടെ ഇട്ട് കഴിയുമ്പോഴേക്ക് ചങ്ങാതിമാർ ഒരു രക്ഷയുണ്ടാവില്ല, വേറെ ലെവല സാധനം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചങ്ങാതിമാർ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ തല്ലിപ്പൊട്ടിക്കാനും മറക്കരുത്. അതുപോലെ നല്ല നല്ല കമൻറ്റൊക്കെ വാരി എതിറങ്ങി.